പാർട്ട്, മെക്കാനിക്കൽ ഡിസൈൻ, പാർട്ട് ഡിസൈൻ കൊടുത്തു. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്ലെയിൻ എടുക്കുക. ഒരു എക്സാമ്പിൾ XY പ്ലെയിനാണ് കൊടുക്കുന്നത്. XY പ്ലെയിൻ എടുത്തു, നേരെ സ്കെച്ച് ടൂളിൽ പോയി സ്കെച്ച് ഓൺ ചെയ്തു. നമുക്ക് 2Dയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൂൾ ബാറുകളൊക്കെ നമ്മൾ ഇന്നലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹേമന്ത് ചോദിച്ച കേസാണ് ഒന്ന് ഇതാണ് ഓൺ ചെയ്യേണ്ടത്. സ്കെച്ച് ടൂളിൽ ജോമെട്രിക്കൽ കൺസ്ട്രെയിനും ഡയമെൻഷണൽ കൺസ്ട്രെയിനും, അതേപോലെ തന്നെ വിഷ്വലൈസേഷൻസിൽ ഡയഗ്നോസ്റ്റിക്സ്, ഡയമെൻഷണൽ കൺസ്ട്രെയിന്, ജോമെട്രിക്കൽ കൺസ്ട്രെയിൻ, ഇത്രയും കാര്യങ്ങൾ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, കൺസ്ട്രെയിൻ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഇതാണ്, സ്കെച്ച് സോൾവിങ് സ്റ്റാറ്റസ്. കണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം പ്രൊഫൈൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോക്കാഡിലൊക്കെ യൂസ് ചെയ്യുന്ന പോളിലൈൻ പോലെ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ്റ് ആയിട്ട് ലൈനുകളും ആർക്കുകളും വരയ്ക്കാൻ പറ്റും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിപ്പോൾ ഞാൻ പറയാം, ടൂൾ ബാർ വേണമെങ്കിൽ എടുത്ത് പുറത്തോട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് പുറത്തോട്ട് വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഈ ഒറിജിൻ ടച്ച് ചെയ്ത് 0 എന്ന് ടച്ച് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒറിജിന് കോയിൻസിഡൻസ് ചെയ്തുകൊണ്ട് ഒരു ഷേപ്പ് വരയ്ക്കുക. അപ്പോൾ ഞാനിങ്ങനെ വരച്ചു, ഇവിടെ ക്ലോസ് ചെയ്തു, എസ്കേപ്പ് അടിച്ച് ക്യാൻസൽ ചെയ്തു. അപ്പോൾ പ്രൊഫൈൽ എടുത്ത് ഞാൻ ഇങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ ഐസോ കൺസ്ട്രെയിൻ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അണ്ടർ ഡിഫൈനിൽ അത് ഉണ്ടാവുക. ഓക്കെ, അണ്ടർ കൺസ്ട്രെയിൻ, അതായത് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഓറഞ്ച് കളർ കാണിക്കുന്നത് ഡിഫൈൻ ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാനുവലി ഇതിനെ ഡിഫൈൻ ചെയ്ത് ഐസോ കൺസ്ട്രെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യത്രേ ഉള്ളൂ. കൺസ്ട്രെയിനിൽ വന്നു, ഇതാണ് കൺസ്ട്രെയിൻ. കൺസ്ട്രെയിൻ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക്, ഈ എഡ്ജ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് 150 എന്നൊരു വാല്യൂ കൊടുത്തു. ഈ ഹൈറ്റ് കൊടുത്തു 85, ഈ ഡിസ്റ്റൻസ് കൊടുത്തു 75, ഇവിടെയും കൊടുത്തു 25. ഓക്കെ, ഇനി ചെക്ക് ചെയ്യാം. നോക്കിയേ, ഐസോ കൺസ്ട്രെയിൻ ക്ലിയർ അല്ലേ? മനസ്സിലായിട്ടുണ്ടല്ലേ? ഇനി ഇതിപ്പോൾ പ്രൊഫൈൽ യൂസ് ചെയ്ത് വരച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ റെക്റ്റാങ്കിളും അതുമായിട്ട് ബന്ധപ്പെട്ട ഷേപ്പുകളാണ് ഇവിടെ ഉള്ളത്. അതായത് ഇതൊന്നും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കൊന്നും ചെയ്യേണ്ട, ഈ ഷേപ്പ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ ഫസ്റ്റത്തെ നോക്കിയ സാധാ റെക്റ്റാങ്കിളാണ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ അങ്ങനെ വരയ്ക്കാൻ വെച്ചാൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, അങ്ങനെ മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ സൈസ് ഇങ്ങനെ വരും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എസ്കേപ്പ് അടിച്ച് ക്യാൻസൽ ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, കൺസ്ട്രെയിൻ എടുത്തിട്ട് ഇതിന് അളവ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ലെങ്ത്തും കൊടുക്കുക, ഹൈറ്റും കൊടുക്കുക. ഓക്കെ, അങ്ങനെ. ഇപ്പോൾ പൊസിഷൻ അറസ്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, ഇത് നോക്കി ഈ റെക്റ്റാങ്കിൾ ഇപ്പം വൈറ്റ് കളറിലുള്ള, അതായത് ഇതിന് മൂവ്മെന്റ് ഉണ്ടോ, ഇത് എക്സ് ഡയറക്ഷനും ഉണ്ട് വൈ ഡയറക്ഷനും ഒക്കെ മൂവ്മെന്റ് ഉണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിനെ ഒരേ അലൈൻമെന്റിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോകും. അതായത് ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മളെ റെഫറൻസ്. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ലൈൻ സെലക്ട് ചെയ്ത് ഇത് രണ്ടും ഒരേ അലൈൻമെന്റിലേക്ക് മാറ്റിയാൽ മതി, അതായത് കോയിൻസിഡൻസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കൺസ്ട്രെയിൻറ്റ് ഇപ്പുറത്ത് കൺസ്ട്രെയിൻസ് ഡിഫൈൻഡ് ഡയലോഗ് ബോക്സ് ഓൺ ചെയ്യും. അതിനുള്ളിൽ ക്ലിക്ക് ചെയ്താൽ കോയിൻസിഡൻസ് കാണിക്കും. അപ്പം എന്ത് ചെയ്യും, ഇത് രണ്ടും ഒരു ലെവലിലേക്ക് മാറി. ഇനി അടുത്ത കേസ് ഞാൻ ചെയ്യുന്നത്, ഈ ലെവൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം, ഈ ഡയമെൻഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ലെവലുണ്ട്, ഇത് ഈ ഹൈറ്റിലൊരു ചേഞ്ച് ഇങ്ങനെ വരുമല്ലോ. ഈ ലെവൽ ഞാൻ കൊടുക്കുന്നത് ഇതിൻ്റെ ലെവലിലേക്കാണ്. കൺട്രോൾ പ്രസ് ചെയ്യുക, ഈ ലൈനും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്തു, കോയിൻസിഡൻസ് കൊടുത്തു. അപ്പോൾ എന്താ, ഒരേ റെഫറൻസിലായി. പിന്നെ ഈ ഒരു മൂവ്മെൻറ്റേ ഉള്ളൂ. ഇനി ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സർക്കിൾ വരയ്ക്കാം. ജസ്റ്റ് സർക്കിൾ ടൂൾ എടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു സർക്കിൾ വരച്ചു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ റിലേഷൻ ഇല്ലാത്ത രീതിയിൽ വരയ്ക്കാം. നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള സർക്കിൾ എടുത്തിട്ട് നിങ്ങളിങ്ങനെ വരയ്ക്കുന്നുണ്ടോ, ഓരോ റിലേഷൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ, ഇവിടെ ടാൻജൻസി, ഇവിടെ ടാൻജൻസി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടാൻജൻസി ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ റിലേഷൻ ഇല്ലാത്ത രീതിയിൽ വരച്ചിട്ട് എസ്കേപ്പ് അടിച്ച് ക്യാൻസൽ ചെയ്യുക. എന്നിട്ട് മാനുവലി കൺസ്ട്രെയിൻ ചെയ്യുക. മാനുവലി ചെയ്യുന്നത് ഇങ്ങനെയാണ്, കൺട്രോൾ പ്രസ് ചെയ്യുക, ഈ സർക്കിളും ഈ ലെവലും ടാൻജൻസിയിലേക്ക് കൊടുക്കാൻ പോകാം. കൺസ്ട്രെയിൻ ഡിഫൈൻ ഡയലോഗ് ബോക്സിൽ ടാൻജൻസി. അപ്പോൾ എന്തായി, ഇത് ടാൻജൻ്റായി. ഓക്കെ കൊടുത്തു, കൺട്രോൾ പ്രസ് ചെയ്തു, ഈ ലൈനും സർക്കിളും ഈ ലൈനും തമ്മിൽ ഞാൻ എന്ത് ചെയ്തു, ടാൻജൻസി കൊടുത്തു. അപ്പോൾ അവിടെയും ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതിൻ്റെ അളവ്, അതായത് ഈ ഡയമീറ്റർ എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഫിക്സഡ് ആയി പോകരുത്. അപ്പോൾ ഞാൻ ഫിക്സഡ് ആയി അല്ലാത്ത ഒരു ഡയമെൻഷൻ കാണിച്ചാൽ, അതായത് ഇപ്പോൾ സർക്കിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഇങ്ങനെ ചേഞ്ച് ആണോ, ഇങ്ങനെ പ്രസ് ചെയ്ത് നീക്കി നോക്കേണ്ട, അളവ് ഇങ്ങനെ വലുതാവും ചെറുതാവും വേണം. ഇങ്ങനത്തെ കേസിൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ. എന്നാലും സൈസ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടി ചെയ്യാണ്, ഇതും തമ്മിൽ ടാൻജൻസി അടിച്ചു. ഇനി അടുത്ത് നോക്കിക്കോ നിങ്ങൾ, ഇതും ഒരു ലെവലിൽ കൊടുത്ത് ടാൻജൻസി അടിച്ചു, അതിൻ്റെ സൈസ് ചേഞ്ച് ആവും. കണ്ടോ? അപ്പം എന്താ സംഭവിച്ചത്, ഈ 85 എന്ന് പറഞ്ഞ ഡയമെൻഷനിലായിരിക്കും ഇത് വന്നിട്ടുണ്ടാവുക.
അതിനുശേഷം ഞാൻ ഇതും ഈ റെഫറൻസ് തമ്മിൽ ഒരു ടാൻജൻസി കൊടുത്തു, ഇത് അറ്റാച്ച് ആയി. അടുത്ത കേസിൽ ഇതും തമ്മിൽ ഞാൻ ടാൻജൻസി ചെയ്തു, നോക്കിയേ അറ്റാച്ച് ആയി. ഇനി നോക്കിയേ ഫുള്ളി ഡിഫൈൻഡ് ആണോ സ്കെച്ച് എന്നുള്ളത്, ഐസോ കൺസ്ട്രൈൻ. ക്ലിയർ ആവുന്നുണ്ടോ ടാൻജൻസി? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി റെക്ടാങ്കിളിന്റെ അടുത്ത ഷേപ്പ് നോക്കാം. ഓറിയന്റഡ് റെക്ടാങ്കിൾ, അതായത് 1, 2, 3 ക്ലിക്കിൽ ഒരു റെക്ടാങ്കിൾ വർക്ക് ചെയ്യുക. 3 പോയിന്റ് റെക്ടാങ്കിൾ പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. കണ്ടോ, ഓറിയന്റഡ് റെക്ടാങ്കിൾ. ഇനി അടുത്ത എന്താണ്, ഇവിടെ നോക്കിയേ പാരലോഗ്രാം. നിങ്ങളിത് എങ്ങനെ വരച്ചാലും ഇത് പാരലായിരിക്കും, ഇതും പാരലായിരിക്കും, ഇതും പാരലായിരിക്കും. ഇത്രയേ ഉള്ളൂ പാരലോഗ്രാം. ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അടുത്ത സ്ലോട്ട് ഷേപ്പ്. ഈ കാണുന്നൊക്കെ സ്ലോട്ട്, ഇലോങ്ങേറ്റഡ് ഹോൾ എന്ന് പറയുന്നത് സ്ലോട്ടാണ്. അതായത് ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് അടുത്ത പോയിന്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഷേപ്പ് വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ ഇതിന് അളവ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഈ ഡിസ്റ്റൻസിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, കൺസ്ട്രെയിൻ എടുക്കുക, ഈ ഡിസ്റ്റൻസ് സെൻറ്റർ പിച്ച് കൊടുക്കുക, പ്ലസ് ഈ റേഡിയസ് വാല്യൂ കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പൊസിഷൻ എക്സും വൈ ആയിട്ട് ഒറിജിനൽ അറ്റാച്ച് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കൺസ്ട്രെയിൻ ആവും. ഓക്കെ അല്ലേ? അടുത്ത കേസ് പറഞ്ഞാൽ ഇതാണ് സിലിണ്ടറിക്കൽ ഇലോങ്ങേറ്റഡ് ഹോൾ. അതായത് നമ്മൾ ഈ സ്ലോട്ട് വരച്ച പോലെ തന്നെയാണ് ഒരു ആർക്ക്. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു ആർക്ക് പോലെ സർക്കിൾ പോലെ ഇങ്ങനെ വരുന്നുണ്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇതൊരു ആർക്കാവും. കണ്ടോ, സെൻറ്ററിൽ നിന്ന് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന ആർക്ക്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഷേപ്പ് ജനറേറ്റ് ആവും. ഇത് കണ്ടോ, ഇതാണ് ഇലോങ്ങേറ്റഡ് സിലിണ്ടറിക്കൽ ഹോൾ. ക്ലിയർ ആണോ? ഇതാണ് ഷേപ്പ്. ക്ലിയർ അല്ലേ? ഇനി കീ ഹോൾ പ്രൊഫൈൽ. കീ ഹോൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് ഒരു ക്ലിക്ക്. പറഞ്ഞു. ഇപ്പൊ ഒരു വരച്ചു വെച്ചത് ഫുള്ളി കൺസ്ട്രെയിൻ ആണോ അല്ലയോ എന്നിങ്ങനെ വേറെ എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യുന്ന സ്ഥലമുണ്ടോ? അത് മനസ്സിലാവും. സ്കെച്ച് സോൾവിംഗ് സ്റ്റാറ്റസിൽ നോക്കണം. അതായത് ഞാനൊരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ, സാധാരണ റെക്ടാങ്കിൾ നിങ്ങൾ വരച്ച് ഇങ്ങനെ വരച്ച്, അപ്പോൾ ഇതിന് നിങ്ങൾക്ക് അറിയാം ഇതിന് ലെങ്ത്തും വിഡ്ത്തും കൊടുത്താൽ തന്നെ അറസ്റ്റ് ആണ്, കാരണം ഒറിജിനൽ ടച്ച് ചെയ്തുകൊണ്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ലെങ്ത്ത് കൊടുത്തു, ഒരു 500 കൊടുത്തു, ഇവിടെ നിങ്ങോട്ട് ഈ ഹൈറ്റും കൊടുത്തു. അപ്പോൾ എന്താ ഫുള്ളി ഡിഫൈൻഡ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇനി വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫുള്ളി കൺസ്ട്രെയിൻ ആണോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഫുള്ളി കൺസ്ട്രെയിൻ ആണുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു പോയിന്റ് എങ്ങനെ ഇവിടെ ഉണ്ടെന്നിരിക്കും, ഒരു പോയിന്റ് ഇവിടെ കിടക്കുക, നിങ്ങളിവിടെ ചെക്ക് ചെയ്ത് നോക്ക്. ഇവിടെ എന്താ കാണിക്കുന്നത്, അണ്ടർ കൺസ്ട്രെയിൻ കാണിക്കുന്നത്. ഓൾറെഡി ഇത് ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇതിനപ്പുറത്തൊരു ലെൻസ് പോലെ കണ്ടോ നിങ്ങൾ, ഇതിന് സ്കെച്ച് അനാലിസിസ് എന്ന് പറയാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ വരച്ചിരിക്കുന്ന കൺസെപ്റ്റുകൾ കാണിച്ചു തരും. അതായത് ഇപ്പോൾ ഒരു ലൈന്, അടുത്ത ലൈൻ ഇതാ കണ്ടോ, സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹൈലൈറ്റ് ആകുന്നുണ്ടോ. അപ്പോൾ ഇത് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഇതൊക്കെ ഐസോ കൺസ്ട്രെയിൻ ആണ്. അപ്പോൾ ഇതിൽ അണ്ടർ കൺസ്ട്രെയിൻ ഏതാണുള്ളത്, ഇതാണ് അണ്ടർ കൺസ്ട്രെയിൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഏരിയയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇത് കൺസ്ട്രെയിൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഉണ്ട്, പോയിന്റിന് എന്ത് ചെയ്യുക, കൺസ്ട്രെയിൻ ഇല്ല. അതായത് പോയിന്റ് എങ്ങോട്ട് വേണമെങ്കിൽ ചേഞ്ച് ആവും. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ചാൽ കൺസ്ട്രെയിൻ എടുത്തിട്ട് ഇവിടുന്ന് ഇവിടേക്ക് ഒരു ഡിസ്റ്റൻസ് അടിച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡിസ്റ്റൻസ് അടിച്ചു. എക്സും വൈ ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു റെഫറൻസ് ആണ്. നോർമൽ വ്യൂ കൊടുത്തു, ഇവിടെ എഡിറ്റ് ചെയ്യാണ്. ഇവിടെ കൊടുക്കുന്നത് 100, ഇവിടെ നിങ്ങോട്ടും 100. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഒരു സർക്കിൾ ഇവിടെ ഉണ്ട് എന്നായിരിക്കും, ഇവിടെ ചെക്ക് ചെയ്ത് എന്താ കാണിക്കുക, അണ്ടർ കൺസ്ട്രെയിൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സർക്കിളിൽ എന്തൊക്കെ അളവ് കൊടുക്കണ്ടേ, സർക്കിളിന് ആദ്യം വേണ്ടി ഇതിൻ്റെ ഡയമീറ്റർ വേണം. അപ്പോൾ ഞാൻ കൺസ്ട്രെയിൻ എടുത്തിട്ട് ഡയമീറ്റർ ഫിക്സ് ചെയ്തു 150. ഇനി എന്താ വേണ്ടത്, ഒറിജിനൽ എക്സ് ഡിസ്റ്റൻസും വൈ ഡിസ്റ്റൻസും. അപ്പോൾ ഈ പോയിന്റ് റെഫറൻസ് നിന്ന് ഇവിടം വരെയുള്ള വൈ ഡിസ്റ്റൻസ് കൊടുത്തു, ഒരു 500 mm. അപ്പോൾ വൈ ഡയറക്ഷനിൽ ഇത് അറസ്റ്റ് ആയി. ഇനി എക്സിൽ ഇത് മൂവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു എക്സ് ഡിസ്റ്റൻസും കൊടുക്കുക. നോക്കിയേ, ഒരു 500. നോക്കിയേ, അപ്പോൾ 500/500 ഇത് ഫിക്സഡ് ആയി. അത് എക്സ് ഡയറക്ഷൻ ഫിക്സ് ആയി, വൈ ഡയറക്ഷൻ ഫിക്സ് ആയി, ഡയമീറ്റർ ഫിക്സ് ആയി. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാം, ഇതൊക്കെ ഷേപ്പുകളാണ്. അപ്പോൾ കീ ഹോൾ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നോക്കുക, മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, ഒരു ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടി ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഷേപ്പുകൾ വരും. ഷേപ്പ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കീ ഹോൾ പ്രൊഫൈലായി. ഡയറക്റ്റ് കീ ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചെറിയ ടൂള്, അതങ്ങനെ ആംഗിളിലോ അങ്ങനെ ചരിച്ച് വരയ്ക്കുക, എന്ത് വേണേൽ ചെയ്യാം നമുക്ക്. കണ്ടോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇതാണ് കീ ഹോൾ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ പോളിഗൺ ആണ്. പോളിഗൺ മീൻസ് എക്സഗൺ ആണ്. എക്സഗൺ എടുക്കുക, ഡ്രാഗ് ചെയ്യുക, എക്സഗൺ ഷേപ്പ് ആവും. ക്ലിയർ അല്ലേ? കണ്ടോ, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത ഹെക്സഗൺ ഷേപ്പായി. ഇനി അതേപോലെ തന്നെ ഇതിനുള്ളിൽ സെൻറ്റേർഡ് റെക്റ്റ്, ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂളായി കിട്ടും. അതായത്
ഇതിൻ്റെ യൂസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒറിജിനിൽ നമ്മളിപ്പോൾ റെക്ടാങ്കിൾ ഒരു കോർണർ ഡയഗണലി ഒരു കോർണറിലേക്കല്ല വരച്ചിരിക്കുന്നത്. ഇത് സെൻറ്റർ റെഫറൻസ് ആക്കി വേണം വരയ്ക്കാം കേട്ടോ. സെൻറ്റേർഡ് റെക്ടാങ്കിൾ എടുത്തിട്ട് ഈ സെൻറ്റർ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ഈക്വലി ഡ്രാഗ് ചെയ്യുക. കണ്ടോ, ഇത് സിമെട്രിക്കലി വരിക. ഇവിടുന്ന് ഈ ലൈനും ഈ സെൻറ്ററിന് സിമിട്രി ആയിരിക്കും. അതുപോലെ ഈ ലൈനും ഈ സെൻറ്ററിന് സിമിട്രി ആയിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. മനസ്സിലായി? കൺസ്ട്രെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് കൊടുക്കുക. ഇപ്പം ഞാനൊരു 5000 ഡിസ്റ്റൻസ് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഒരാൾ കൊടുത്തു 3500. ഓക്കെ, ഈ കൺസ്ട്രെയിൻ ആയില്ലേ? ഇവിടുന്ന് 5000 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടോ? 2500 ഉണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ടുണ്ടോ? അതുപോലെ തന്നെ. ക്ലിയർ ആണോ? ഇനി ഇതിപ്പോൾ നമ്മൾ സെൻറ്റേർഡ് റെക്ടാങ്കിൾ വെച്ചാൽ വരച്ചിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ മാനുവലി ഒരു റെക്ടാങ്കിൾ എടുത്ത് വരയ്ക്കാന്നിരിക്കുന്നത്. ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഇതൊരിക്കലും ഇതിന് സെൻറ്ററിലല്ലല്ലോ. ഈ റെക്ടാങ്കിളിൻ്റെ സെൻറ്ററിലല്ലല്ലോ ഈ ഒറിജിനുള്ള. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കൺട്രോൾ പ്രസ് ചെയ്യുക, ഈ ലൈനും സെലക്ട് ചെയ്യുക. അത് എന്തിനാണ് സിമിട്രി ആവേണ്ടത്? ഈ സെൻറ്ററിനാണ് സിമിട്രി ആവേണ്ടത്. ആദ്യം 2 ലൈൻ സെലക്ട് ചെയ്യുക, ദെൻ സെൻറ്റർ സെലക്ട് ചെയ്യുക. കൺസ്ട്രെയിൻ ഡിഫൈൻ ഡയലോഗ്സിൽ ബോക്സിൽ പോവുക. ഇതാണ് സിമിട്രി കൊടുത്താൽ അത് ഈക്വൽ ആവും. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ ആ ഡിസ്റ്റൻസ് തന്നെ ഇങ്ങോട്ട് ട്രാവൽ ആവും. അതേപോലെ തന്നെ കൺട്രോൾ പ്രസ് ചെയ്യുക, ഇവിടെ പോവുക, ദെൻ അഗെയിൻ ഇത് സെൻറ്റർ സെലക്ട് ചെയ്യുക. കൺസ്ട്രെയിൻ ഡിഫൈൻ ഡയലോഗ് ബോക്സിൽ പോവുക, അഗെയിൻ ഇവിടെ സിമിട്രി. ഓക്കെ അടിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കണ്ടോ, ഈക്വലിയാണ് ചേഞ്ച് ആവുക. കണ്ടോ, മുകളിലോട്ടാണെങ്കിലും ഈക്വലി സിമിട്രി അപ്ലൈ ചെയ്താണ് നമ്മൾ. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രൊഫൈൽ വരച്ചു എനിക്ക് ജസ്റ്റ് ഒരു സ്കെച്ച്, ഇങ്ങനെ ഒരു സ്കെച്ച് വരച്ചു. ഈ സ്കെച്ചിൻ്റെ മിറേഡ് ആണ് ഓപ്പോസിറ്റ് വേണ്ടതെങ്കിൽ, ഈ പ്ലെയിനിൻ്റെ ഓപ്പോസിറ്റ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സ്കെച്ച് സെലക്ട് ചെയ്യാം. ഇതാണ് മിറർ ടൂൾ. ഇത് നമ്മൾ ഓപ്പറേഷൻസ് എന്നാണ് പറയാം. ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ പറഞ്ഞു, ഓപ്പറേഷൻ പറഞ്ഞു. ഓപ്പറേഷനിൽ ഞാൻ എന്ത് ചെയ്തു? മിറർ എന്ന് പറഞ്ഞ ടൂൾ എടുത്തു. ഇതാണ് മിറർ, ഈ കാണുന്നത്. ഫസ്റ്റ് നമ്മൾ മൗസ് വെച്ചാൽ കാണാൻ പറ്റും കേട്ടോ. മിറർ എടുക്കുക, ഈ റെഫറൻസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഈ സ്കെച്ചിൻ്റെ മിറേഡ് ഇമേജ് ഇവിടെ എടുത്തു. എസ്കേപ്പ് അടിച്ച ഫുൾ ടൂൾ ക്യാൻസൽ ചെയ്തു. ഞാൻ ഒന്നും കൂടെ സെലക്ട് ചെയ്തു. ഇങ്ങനെ മൊത്തത്തിൽ ഇവിടെ വരെ സെലക്ട് ചെയ്തു. അഗെയിൻ മിറർ എടുത്തു, ഈ റെഫറൻസ് കൊടുത്തു. റെഫറൻസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ഇത് സെലക്ട് ചെയ്തു, കൺട്രോൾ പ്രസ് ചെയ്തും സെലക്ട് ചെയ്യുക. ഒരിക്കലും ഇത് സെലക്ട് ആയി പോകരുത് കേട്ടോ. മിറർ എടുക്കുക, ദെൻ അഗെയിൻ ഇവിടെ കൊടുക്കുക. നേരെ ഓപ്പോസിറ്റ് ഇട്ട് കണ്ടോ. ഇങ്ങനെയാണ് മിറേഡ് ഇമേജ് ജനറേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി മിററിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ഏരോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സിമെട്രീൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ 2 ഡ്രോയിങ് ഇത് ഞാൻ സെലക്ട് ചെയ്തു. നോക്കിക്കുക, നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സിമെട്രി എടുത്തു, നേരെ ഇവിടെ ക്ലിക്ക് ചെയ്തു. നോക്കിയാൽ ഇപ്പം എന്താ സംഭവിച്ചത്? ഒറിജിനൽ സോഴ്സ് ഡ്രോയിങ് ഇല്ല, നേരെ സിമെട്രി മാത്രമേ വന്നിട്ടുള്ളൂ. മിറേഡ് ആണ്, സോഴ്സും കൂടി ഉണ്ടാവും. ഓക്കെ, മിറർ എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയുള്ള എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ? മിറർ ആൻഡ് സിമെട്രി. ഓക്കെ എന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്ത കേസ്, ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടൊരു സർക്കിൾ വരച്ചു. ഇവിടെ സർക്കിൾ വരച്ചു. ഈ സർക്കിൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ആരോ പോലെ കണ്ടില്ലേ? ഇതിന് ട്രാൻസ്ലേറ്റ് എന്ന് പറയാം. ട്രാൻസ്ലേറ്റ് ആണ് മൂവ് ടൂളാണ്. മൂവ് ടൂൾ എടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്തിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. നോക്കിയേ, ഇതിപ്പോൾ മീൻസ് ഒരു കോപ്പി പോലെയല്ലേ വന്നിരിക്കുന്നത്. നോക്കിയേ, കോപ്പി പോലെ. അപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് മോഡ് എന്നാണ് ഓപ്ഷൻ. ഇത് ഡീഫോൾട്ട് ഓൺ ആയിരിക്കും. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ മൂവ് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുക. നോക്കിയേ, സോഴ്സ് മൂവ് ആവും. ഡ്യൂപ്ലിക്കേറ്റ് മോഡ് ഓൺ ആണെങ്കിൽ കോപ്പി പോലെയാണ് വർക്ക് ചെയ്യുക. ഓക്കെ, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ കോപ്പി. ഇത് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമ്പർ ഓഫ് കോപ്പീസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ കണ്ട ഇൻസ്റ്റൻസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അത് എണ്ണം നമ്പർ ഓഫ് കോപ്പീസ് ആണ് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണോ? ഇപ്പം മൂവും കോപ്പിയും എന്തിലാണ് വർക്ക് ചെയ്യുക? ട്രാൻസ്ലേറ്റിലാണ് വർക്ക് ചെയ്യുക കേട്ടോ. നമ്മൾ ഓട്ടോക്കാഡിൽ മൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇനി അടുത്ത കേസ് റൊട്ടേറ്റ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ളൊരു ഡ്രോയിങ് മാത്രമേ റൊട്ടേറ്റ് ആവുള്ളൂ. അതായത് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തു, ഈ ഡ്രോയിങ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇതാണ് റൊട്ടേറ്റ് ടൂള്. ഇപ്പോൾ റൊട്ടേറ്റ് എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് ഡ്രോയിങ് റൊട്ടേറ്റ് ചെയ്യണം, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ട, സോഴ്സ് റൊട്ടേറ്റ് ആണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു റെഫറൻസ് പിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. എത്ര ഡിഗ്രി റൊട്ടേറ്റ് ആണോ? എനിക്ക് 45 ഡിഗ്രി റൊട്ടേറ്റ് ആണോ? ജസ്റ്റ് ഒന്ന് ഓക്കെ അടിക്കുക. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ പരിപാടി. ക്ലിയർ ആണോ? എന്ത് ഡ്രോയിങ് ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്ന എന്ത് ഡ്രോയിങ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, റൊട്ടേറ്റ് എടുക്കുക, ഒരു ബേസ് പോയിന്റ് റെഫറൻസ് പോയിന്റ് കാണിക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് 90 ഡിഗ്രി റൊട്ടേറ്റ് ആണ്. പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്ന് 90 കൊടുത്താൽ മതി. കണ്ടോ, നേരെ റൊട്ടേറ്റ് ആവും. ക്ലിയർ ആണോ?
ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ സ്കെയിലാണ്. സ്കെയിലിന്റെ സൈസ് LRG എല്ലാം റെഡ്യൂസ് ചെയ്യുക. നോക്കിക്കേ, ഇപ്പോൾ ഒരു ഡ്രോയിങ് സെലക്ട് ചെയ്തു, ഇവിടെ വന്നിട്ട് സ്കെയിൽ എടുത്തു. സ്കെയിൽ എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ആവശ്യം ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വേണ്ട, വാല്യൂ വേണ്ട 2 ടൈംസാണ്. ഇപ്പം ഞാൻ 2 അടിച്ചു, ഓക്കെ അടിച്ചു. നോക്കിയേ, നേരത്തെ എൻ്റെ ഇരട്ടി ചെയ്തു സൈസ്. മനസ്സിലായോ? ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കുക നോക്കിയേ, ഇത് സെലക്ട് ചെയ്തു, സ്കെയിൽ എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് ഓൺ ചെയ്തു, എനിക്കിതിൻ്റെ ഒരു ബേസ് പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു 3 മടങ്ങാൻ വേണ്ട, ഞാൻ ഇവിടെ 3 ടൈംസ് കൊടുത്തു, ഓക്കെ അടിച്ചു. നോക്കിയേ, അപ്പോൾ ഇത് സോഴ്സിൻ്റെ 3 മടങ്ങ് വലുത് കിട്ടി. ക്ലിയർ ആണോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ഓപ്ഷൻ ആണ്. ഒന്നുകൂടി പറയാം, മിറർ, സിമെട്രി, മൂവും കോപ്പിയും രണ്ടും കൂടി ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ്, സ്കെയില്, ദെൻ ലാസ്റ്റ് വൺ ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് നമ്മൾ ഓട്ടോക്കാഡ് ഓഫ്സെറ്റ് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിലേക്ക് ഓഫ്സെറ്റ് ചെയ്ത് കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു സർക്കിൾ എടുത്ത് ഓഫ്സെറ്റ് ടൂൾ യൂസ് ചെയ്ത് ഈ സർക്കിൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. നോക്കിയേ, ഇങ്ങനെ ഡ്രാഗ് ചെയ്യും, ഈ ഡിസ്റ്റൻസ് ആണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പോയിട്ട് ഒരു വാല്യൂ എടുക്കാം, 150 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 150 mm ഈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഇവിടെ ജനറേറ്റ് ആവും. ക്ലിയർ ആണ്? അപ്പോൾ സാധാരണ ലൈന് ഒരു പ്രൊഫൈലാണ് എനിക്ക്, ഇങ്ങനെയാണ് പ്രൊഫൈലുള്ളത്. ഇങ്ങനെയുള്ളത് സെലക്ട് ചെയ്യുക, ആദ്യം പ്രൊഫൈലിനാണ് ഓഫ്സെറ്റ് എടുക്കുക. നോക്കിയേ, കണ്ടോ, ഇതാണ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സാധാരണ ഓട്ടോക്കാഡ് ഓഫ്സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. ഇപ്പം ഇത്രയും ഓക്കെ അല്ലേ? ഇവിടെ മിറർ, സിമെട്രി, ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ്, സ്കെയിൽ, ഓഫ്സെറ്റ് അവിടെ കിടക്കട്ടെ. ഇപ്പോൾ ഓപ്പറേഷനിൽ ഈ ഒരു ഏരിയ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ അടുത്ത കേസ് തന്നെ, ഒരു ഷാർപ്പ് എൻഡുള്ള റെക്റ്റാങ്കിളിന് ഒന്നെങ്കിൽ ഒരു കട്ടിങ് കൊടുക്കുക, ചാംഫർ കട്ടിങ്, അതല്ലെങ്കിൽ റേഡിയസ്. രണ്ടും എന്താ നിങ്ങൾക്ക് അറിയാലേ, ചാംഫർ എന്താ റേഡിയസ് എന്താന്നുള്ളത്? ഓക്കെ. റേഡിയസ് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവും കോർണർ എന്ന് പറഞ്ഞിട്ട്, ഫില്ലറ്റ്, കോമൺലി ഫില്ലറ്റ് എന്ന് പറയും. ഈ കോർണർ എടുത്തിട്ട് നിങ്ങൾ ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് എഡ്ജും ക്ലിക്ക് ചെയ്ത് ഇവിടെ റേഡിയസ് ജനറേറ്റ് ആകും. കണ്ടോ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു റേഡിയസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്താൽ മതി, എത്രയാണ് വാല്യൂ വേണ്ടതെന്ന് വെച്ചാൽ. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതാണ് റേഡിയസ്. കൺസ്ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡയമെൻഷൻ കാണിച്ചു വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് റേഡിയസ് വേണമെങ്കിൽ റേഡിയസ് ആയിട്ട് കൊടുക്കുക, ഡയമീറ്റർ ആണെങ്കിൽ ഡയമീറ്റർ ആയിട്ട് എഡിറ്റ് ചെയ്യാം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ സർക്കിളും അതുപോലെ തന്നെ, സർക്കിൾ ആണെങ്കിലും ഇങ്ങനെ സർക്കിൾ വരച്ച് പിന്നെ അളവ് കൊടുക്കുകയാണെങ്കിൽ നോക്കിക്കോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡി എന്ന് കാണിക്കുക ഡയമീറ്റർ, ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ വേണേൽ റേഡിയസ് ആണ് റേഡിയസ് ആയിട്ട് കൊടുക്കുക, ഡയമീറ്റർ ആണ് ഡയമീറ്റർ ആയിട്ടും കൊടുക്കുക. ഓക്കെ അടിച്ചാൽ ഫിനിഷ് ആവും. ഓക്കെ അല്ലേ? ഇപ്പോൾ ഷാർപ്പ് എൻഡ് റിമൂവ് ചെയ്യാനുള്ള ടൂളായിട്ടാണ് നമ്മൾ കോർണർ യൂസ് ചെയ്യുന്നത്, അതായത് ഫില്ലറ്റ്. ഇപ്പോൾ റേഡിയസ് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 500 റേഡിയസ് അടിച്ചാൽ 500ലേക്ക് അഡ്ജസ്റ്റ് ആവും. ഇതേപോലെ തന്നെ ചാംഫർ, എഡ്ജ് കട്ട് ചെയ്യാൻ പറ്റും. ചാംഫറിൽ എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളിപ്പോൾ ഫില്ലറ്റ് ആണെങ്കിലും ചാംഫറിലാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കാണാം. കണ്ടോ, ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടോ, അത് ട്രിമ്മിങ് ഏരിയ ആണ് പറയുന്നത്. ഇപ്പോൾ സാധാരണ ഒരു ഫില്ലറ്റ് എടുത്ത് നിങ്ങൾ ഇവിടെ ഫില്ലറ്റ് റേഡിയസ് അടിക്കുന്ന സമയത്ത് ഒന്ന് സംഭവിക്കുക, ഈ റേഡിയസ് വരുമ്പോൾ ബാക്കി എൻ പോർഷൻസ് കട്ടായി പോലെ ചെയ്യുന്നത്, ട്രിം ആയി പോവാണ് ചെയ്യുന്നത്. അതേ കേസുകൾ നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫില്ലറ്റ് എടുക്കുക. ഇവിടെ കണ്ടോ, ഇത് ഫുൾ ട്രിമ്മിലുള്ള ട്രിം ഓൾ എലമെന്റ്, ട്രിം ഫസ്റ്റ് എലമെന്റ്, നോ ട്രിം, കണ്ടോ, സ്റ്റാൻഡേർഡ് ലൈൻസ് ട്രിം, കണ്ടോ, കൺസ്ട്രക്ഷൻ ലൈൻസ്, റെഫറൻസുകളൊക്കെ ആയിട്ട് കാണിക്കുക എന്നുള്ള രീതിയിലൊക്കെ അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം എനിക്ക് ഫുൾ എന്താ പറയുക റേഡിയസ് വേണമെന്ന് തോന്നുന്നു, പക്ഷേ ഷാർപ്പ് എൻഡുകൾ റിമൂവ് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന നോ ട്രിം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, റേഡിയസ് ജനറേറ്റ് ആവും, പക്ഷേ ഷാർപ്പ് എൻഡ് റിമൂവ് ആവില്ല. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ വേറൊരു ഓപ്ഷൻ, ഇപ്പോൾ ഈ ഒരു യൂസ് ചെയ്യണേ ഒരു കൺസ്ട്രക്ഷൻ റെഫറൻസ് പോലെ കാണിക്കണം റേഡിയസിൻ്റെ കോർണർ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്തു നോക്കിയാൽ റേഡിയസ് ജനറേറ്റ് ആവും, പക്ഷേ ഇവിടെ കട്ട് ചെയ്ത് പോകില്ല, റെഫറൻസ് ആയിട്ട് വരും. കണ്ടോ? ഇതൊക്കെയാണ് ഇതിൻ്റെ ടൂൾസ് എന്ന് പറയുന്നത്. ചാംഫർ ആണെങ്കിൽ പോലും ഇതിൽ അതുപോലെ തന്നെ കാണിക്കും. അതായത് ചാംഫർ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രിം ഓൾ എലമെന്റ്, ട്രിം ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, നോ ട്രിം, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എടുക്കുക, ഒരു എഡ്ജ് ക്ലിക്ക് ചെയ്യുക, അടുത്ത എഡ്ജും ക്ലിക്ക് ചെയ്യുക, ഇതാണ് ചാംഫർ എന്ന് പറയുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാംഫർ വരും. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. കാര്യങ്ങളൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്താൽ മതി, എത്ര വാല്യൂ വേണ്ട വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ചാംഫറും ക്ലിയർ ആയി. ഓക്കെ അല്ലേ? ഇനി ഒരു ഡ്രോയിങ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാനും ട്രിം ചെയ്യാനൊക്കെ ഉള്ളൊരു ടൂളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രോയിങ് അങ്ങനെ ഇൻ്റർസെക്റ്റ് ഒക്കെ ചെയ്ത് കിടക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ട്രിമ്മിങ് ആവശ്യമുണ്ടെങ്കിൽ ഇതാണ് ട്രിം. ഈ ട്രിമ്മിൻ്റെ ഉള്ളിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ആരോ ക്ലിക്ക് ചെയ്താൽ ഇതാണ് പവർ ട്രിം എന്ന് പറഞ്ഞ ടൂൾ, അതായത് ക്വിക്ക് ട്രിം.
ഈ ക്യുക്ക് ട്രിം എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് സെലക്ട് ചെയ്താലും അത് ട്രിം ആയി പോകും. ഇന്റർസെക്ഷൻ വരുന്ന സ്ഥലത്ത് വെച്ച് അത് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആണ്. നോക്കിയേ, ഇതാണ് പവർ ട്രിം അല്ലെ ക്യുക്ക് ട്രിം എന്ന് പറഞ്ഞ സംഭവം. പക്ഷേ നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഫസ്റ്റത്തെ ട്രിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഇവിടെ കാണിച്ചത് നിങ്ങൾക്ക് ട്രിം എടുത്തിട്ട് ഞാൻ ഈ ലൈൻ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇത് കണ്ടോ ഇങ്ങോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഞാൻ ഈ സൈഡിലോട്ട് മൗസ് വെച്ചു. ഓക്കെ, ഇവിടെ കീപ്പായി. ഇനി ഈ സൈഡിലോട്ട് വെക്കുകയാണെങ്കിൽ ഇവിടെ കീപ്പാവും, ഓപ്പോസിറ്റ് അങ്ങ് ട്രിം ആവും. ഐഡിയ മനസ്സിലായോ? അതാണ് ട്രിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ട്രിം വിത്ത് എക്സ്റ്റെൻഡ് ആണ് ആക്ച്വലി. ഇനി ഇവിടെ നോക്കിയേ, ക്യുക്ക് ട്രിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ക്ലിക്ക് ചെയ്താലും കട്ടാവും. ഇത് ട്രിം വിത്ത് എക്സ്റ്റെൻഡ് പോലെയാണ് വർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്ലോസ് ആർക്കും കോംപ്ലിമെന്റും. അതായത് ആർക്കിന്റെ കേസാണ് പറയുന്നത്. ഇവിടെ കുറേ ആർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ ഞാൻ ഒരു ആർക്ക് എടുക്കുക, ലാസ്റ്റത്തെ ഒരു ഓപ്ഷനാണ് ആർക്ക്. ആർക്ക് എടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിനൊരു ഫുൾ ആർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അല്ലെ ഫുൾ സർക്കിൾ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ആർക്കിന് വേറൊരു ആർക്ക് ഓപ്പോസിറ്റ് ഉണ്ടല്ലോ. ആ രണ്ട് കേസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ ഇവിടെ വരിക, ഇതാണ് ക്ലോസ് ആർക്ക്. ക്ലോസ് ആർക്ക് എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ഫുൾ സർക്കിൾ ആയിട്ട് മാറും. ആർക്ക് ഫുൾ സർക്കിൾ ആണെങ്കിൽ ക്ലോസ് ആർക്ക് കൊടുത്താൽ മതി. അതല്ല കോംപ്ലിമെന്റ് ആണെങ്കിൽ നോക്കിക്കോ, കോംപ്ലിമെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ജനറേറ്റ് ആവുക. കണ്ടോ? ക്ലിയർ ആണോ? രണ്ട് ഓപ്ഷനാണ്, ക്ലോസ് ആർക്കും കോംപ്ലിമെന്റും. പിന്നെ ഞാൻ പറഞ്ഞ ട്രിമ്മും അതേപോലെ തന്നെ ക്യുക്ക് ട്രിമ്മും. ഇനി ബ്രേക്ക് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക. അതായത് ഇത് സാധാ ലൈനാണ് കേട്ടോ, അത് കാരണം സിംഗിൾ ആയിട്ടുള്ള ലൈനുകൾ വരയ്ക്കാനുള്ള റൂളാണ് ഈ ലൈൻ, സിംഗിൾ ലൈൻസ്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. ഇപ്പം ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു, ഇവിടെ സെലക്ട് ചെയ്തു. ഇനി നിങ്ങൾ എസ്കേപ്പ് പിടിച്ച് സെലക്ട് ചെയ്തു. ഇത് കണ്ടോ, ഇത് വേറെ സ്പ്ലിറ്റ് ആയത്, ഇത് വേറെ സ്പ്ലിറ്റ് ആയത്. അതായത് ഈ ഇന്റർസെക്ഷൻ വെച്ചിട്ട് എന്ത് ചെയ്തു, ഇത് ബ്രേക്ക് ചെയ്തു. ഇവിടെയും വേറെ ഇവിടെയും വേറെ മാറി. ക്ലിയർ ആണോ? ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാണ്, മനസ്സിലേക്ക് വരുന്ന നോക്കിയാൽ മതി. ഫസ്റ്റത്തെ ട്രിം വിത്ത് എക്സ്റ്റെൻഡ് ആണ് ട്രിം, ദെൻ ക്യുക്ക് ട്രിം, ക്ലോസ് ആർക്ക്, കോംപ്ലിമെന്റ്, ബ്രേക്ക്, മിറർ, മിററിന്റെ താഴെ സിമെട്രി, ട്രാൻസ്ലേറ്റ്, റൊട്ടേറ്റ്, സ്കെയില്, ഓഫ്സെറ്റ്. ഫില്ലറ്റും ചാംഫറും കൊടുക്കാനുള്ള ടൂളാണ് ഈ രണ്ടെണ്ണം, അതായത് കോർണറും ചാംഫറും. ഓക്കെ, പിന്നെ സിമ്പിൾ പോയിന്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ പോയിന്റ് ആയിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, ഇതൊക്കെ അവിടെ നിന്നോട്ട്, ഇതൊക്കെ വഴി ഞാൻ പറഞ്ഞുതരും. ആദ്യം സിമ്പിൾ പോയിന്റുകൾ എടുത്ത് ക്ലിക്ക് ചെയ്യുക. ഓരോ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഈ പോയിന്റുകൾ വേണമെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പ്ലൈനുകൾ വരയ്ക്കാൻ പറ്റും, ഇറഗുലർ ഷേപ്പുകൾ. ഇതാണ് സ്പ്ലൈൻ. സ്പ്ലൈൻ എടുക്കുക, അപ്പോൾ ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക, അടുത്ത പോയിന്റ് പോവുക, അടുത്ത പോയിന്റ് ഇതുണ്ട്. ഈ പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഷേപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, കണ്ട. അപ്പോൾ ഇതിന്റെ അളവ് എന്തായിരിക്കും, ഈ പോയിന്റിന്റെ എക്സ് വൈ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ, ഈ ഒറിജിന്ന് ഇവിടെ കാണുന്ന നമ്മളെ ഒറിജിൻ ഉണ്ടല്ലോ, ഇവിടെ ഉള്ള ഈ ഒറിജിന്ന് ഇതിൽ കാണുന്ന ഓരോ പോയിന്റിലേക്കുള്ള എക്സ് ഡിസ്റ്റൻസും വൈ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിന്റെ അളവ് എന്ന് പറയുന്നത്. ഈ ഷേപ്പിന്റെ കണ്ട, ഈ പോയിന്റ് എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് ഈ ഷേപ്പ് അഡ്ജസ്റ്റ് ആവും. കണ്ട? ക്ലിയർ ആണോ? സിമ്പിൾ പോയിന്റ്. ഇത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആക്സിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ റെഫറൻസ് പോലെയാണ് വരിക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ, ഒരു ഡ്രോയിങ് ഇവിടെ വരച്ചിട്ട് ഇവിടെ കാണിച്ചുതരാം. സാധാ റെക്റ്റാങ്കിൾ എടുത്ത് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഞാൻ ഇവിടെ റെഫറൻസ് വരയ്ക്കാം. ഈ ഇതിൻ്റെ മിഡിൽ നിന്ന് ഞാൻ ഒരു ജസ്റ്റ് ഒരു റെഫറൻസ് വരച്ചു. എന്നിട്ട് എനിക്ക് മിറർ ചെയ്യണമെങ്കിൽ, ഞാനിപ്പോൾ ഈ ഒരു ഡ്രോയിങ് ആണ് മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, മിറർ എടുക്കുക, ഈ റെഫറൻസ് യൂസ് ചെയ്താൽ മതി, നേരെ ഓപ്പോസിറ്റ് കിട്ടും. ക്ലിയർ ആണോ? ഇനിയിപ്പോൾ ഇത് സെലക്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ. ഓക്കെ, റെഫറൻസിലേക്ക് മാറും, നോർമൽ വ്യൂ, സ്ട്രെയിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? സാധാ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് കേട്ടോ ആക്സിസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിൽ നമുക്ക് വേണ്ടത്, ഇത് സാധാ ലൈനാണ്. നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റ സിംഗിൾ ലൈനായിട്ട് വരും. പ്രൊഫൈൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വരച്ച് വരച്ച് പോകും. അതാണ് വ്യത്യാസം മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി ഇൻഫിനിറ്റ് ലെങ്ത് വരയ്ക്കാനുള്ള ടൂളാണ് ഈ ഇൻഫിനിറ്റ് ലൈൻ. ജസ്റ്റ് ഇങ്ങനെ എങ്ങനെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇൻഫിനിറ്റേ കിട്ടുള്ളൂ. നോക്കിയേ, ഇതിന് ഇൻഫിനിറ്റ് ലൈനാണ്. ഇത് ക്ലിക്ക് ചെയ്ത് വെർട്ടിക്കൽ ആക്കണമെങ്കിൽ വെർട്ടിക്കൽ ആക്കാം. നോക്കിയേ, വെർട്ടിക്കൽ. ആംഗിൾ ആക്കണമെങ്കിൽ ഇവിടെ ആംഗിൾ ഓൺ ചെയ്ത് ആക്കണ്ട. ആംഗിൾ എങ്ങനെയാണ് വരയ്ക്കുക, ഏത് ആംഗിളിലും വരയ്ക്കുക. ഇൻഫിനിറ്റ് ലെങ്ത്തിലാണ് ഇത് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇത് റെഫറൻസ് ആയിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷൻ മോഡ് എന്ന ടൂൾ ഉണ്ട്. കണ്ട, ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റെഫറൻസ് പോലെ വരയ്ക്കാൻ പറ്റുള്ളൂ. കണ്ടോ? ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വരയ്ക്കുന്ന പോലെ വരയ്ക്കുക. ക്ലിയർ ആണോ? ഓക്കെ അല്ല? ഇൻഫിനിറ്റ് ലൈനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വരച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഇനി ഇവിടെ ബൈ ടാൻജന്റ് എന്ന ടൂൾ ഉണ്ട്. ബൈ ടാൻജന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സർക്കിൾ ഉണ്ട്.
ഇവിടെ സർക്കിൾ ഉണ്ട്, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. ഇത് രണ്ടിനും കൂടി ടാൻജന്റ് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു ലൈൻ വരയ്ക്കണം പുറത്ത്. എന്നിട്ട് ആ ലൈനും ഇതും ടാൻജൻസി കൊടുക്കണം, ഇവിടെയും ടാൻജൻസി കൊടുക്കണം. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക, മാനുവലി നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും എന്ത് ചെയ്യുക? ടാൻജൻസി കൊടുക്കുക. ഇവിടെ ടാൻജന്റ് ആയി. അതുപോലെ ഇതും കൊടുക്കുക ടാൻജന്റ്. ഇതും വർക്കായി. നോക്കിയേ. ഇനി ആവശ്യമില്ലാത്ത എക്സ്ട്രാ പോർഷൻ ഇവിടെയാണ്. അതെന്ത് ചെയ്താൽ മതി? ഇവിടെ വന്നിട്ട് ക്വിക്ക് ട്രിം യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്താൽ മതി. ഇവിടെയും കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക. ഇതാണ് ബൈ ടാൻജന്റ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് വരയ്ക്കാനുള്ള ടൂളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ഇവിടെ ബൈ ടാൻജന്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ബൈ ടാൻജന്റ് എടുത്തിട്ട് ചുമ്മാ ഇതും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ട കറക്റ്റ് ലൈൻ വരും ടാൻജന്റ് ഇതും കൊണ്ട്. ക്ലിയർ ആണോ? സിമ്പിൾ ടൂളാണ് ബൈ ടാൻജന്റ് ലൈൻ. ഓക്കെ അല്ലേ? അപ്പൊ ലൈനായി, ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള കൺസ്ട്രക്ഷൻ ലൈൻസ് ആയി, ബൈ ടാൻജന്റ് ലൈനായി. ഇനി നമുക്ക് വേണ്ടത് ബൈസെക്റ്റിംഗ് ലൈനും നോർമൽ ടു കർവാണ്. നോർമൽ ടു കർവ് പറഞ്ഞാൽ നിങ്ങൾ കർവ് സെലക്ട് ചെയ്ത് അതിന് നോർമലായിട്ട് ലൈൻ വരയ്ക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതാണ് കർവെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതെന്ന് നോർമലായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതാണ് നോർമൽ ടു കർവ്. ബൈസെക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഒരു ലൈൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി ഒരു ബൈസെക്റ്റിംഗ് കൊടുക്കണമെങ്കിൽ ബൈസെക്റ്റിംഗ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിന് ഇപ്പോൾ ഇതാണ് റെഫറൻസ് എങ്കിൽ ഇവിടെ നിങ്ങോട്ടുള്ള റെഫറൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നോക്കിയാൽ ഇതിൻ്റെ ബൈസെക്ട് ചെയ്തുകൊണ്ട് ഒരു റെഫറൻസ് കിട്ടും നിങ്ങൾക്ക് ഈക്വലി കറക്റ്റ് മിഡിൽ. ക്ലിയർ ആണോ? ഇത്രയുള്ള ബൈസെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കാണുന്നൊക്കെ ഷേപ്പുകളാണ്. ആദ്യം എലിപ്സ് ഷേപ്പ് നിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത എലിപ്സിൻ്റെ ഷേപ്പ് വരയ്ക്കാം. കണ്ടോ എലിപ്റ്റിക്കൽ ഷേപ്പ്. ഇനി അതുപോലെ തന്നെ പരാബോളിക് ഷേപ്പുകളും കോണിക് ഷേപ്പുകളും ഒക്കെ ഉണ്ട്. പരാബോള ബൈ ഫോക്കസ് കണ്ടോ? അതിൻ്റെ ഷേപ്പുകളൊക്കെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ ഡയറക്റ്റ് ഷേപ്പുകൾ ഈ കാണുന്നൊക്കെ. ഹൈപ്പർബോള. ഇപ്പം ഞാൻ റെഫറൻസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഷേപ്പ് കാണിച്ചു തരാം. ഒക്കെ ഉണ്ട്, അതൊക്കെ ഷേപ്പുകളാട്ടോ. ഇതുണ്ടോ? റെഫറൻസ് ആയിട്ട് ഒക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഇതുണ്ടോ? ഒക്കെ ഷേപ്പുകളാണ്. ഇവിടെ നോക്കിയ കോണിക് ഷേപ്പുകൾ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കോണിക് കൊടുക്കാം. ലൈന് വേണം. എങ്ങനെയാന്നിരിക്കേ? ഇതുണ്ടോ? ആണ് കോണിക് ഷേപ്പുകൾ. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ. കണ്ടോ? ഇതൊക്കെ ഡയറക്റ്റ് ഷേപ്പ് വരയ്ക്കാനുള്ള ടൂളാണ് കംപ്ലീറ്റ്. ഇനി ഇവിടെ വരുന്നത് കേസ് എന്താ വെച്ചാൽ ഒന്ന് സ്പ്ലൈനും പിന്നെ ഒന്ന് കണക്ട് എന്ന് പറഞ്ഞ ടൂളാണ്. ഈ കണക്ട് എന്ന് പറഞ്ഞ ടൂൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക ഈ ഇറഗുലർ ആയിട്ടുള്ള സ്പ്ലൈനുകൾ ഉണ്ടെങ്കിൽ. ഇതൊരു സ്പ്ലൈന്, ഇത് വേറൊരു സ്പ്ലൈന്. അപ്പം ഞാനിതിൽ കണക്ട് യൂസ് ചെയ്തിട്ട് ഇതും സെലക്ട് ചെയ്തു, ഇതും സെലക്ട് ചെയ്തു. കണ്ടോ? ഇതിൻ്റെ മാക്സിമം പോസിബിലിറ്റി ഒരു കണക്ഷൻ വരും. സ്പ്ലൈനുകൾ, ഓപ്പൺ സ്പ്ലൈനുകൾ കണക്ട് ചെയ്യാനുള്ള ടൂളാണിത്. കണ്ടോ? ഇത് നിങ്ങൾ മാനുവലി വരച്ചാൽ കിട്ടൂല. ഇറഗുലർ സ്പ്ലൈനുകൾ കണക്ട് ചെയ്യാനുള്ള ടൂളാണ് ഈ കാണുന്ന കണക്ട് എന്ന് പറയുന്നത്. ഇത് ഓട്ടോകാഡ് ആണെങ്കിൽ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ടൂളാണ് യൂസ് ചെയ്യുക. ബ്ലെൻഡ് കർവ്, ബ്ലെൻഡ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കണക്ട് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പൺ സ്പ്ലൈനെ കണക്ട് ചെയ്യാനുള്ള മാക്സിമം പോസിബിലിറ്റിയിൽ കണക്ട് ചെയ്യാനുള്ള ടൂളാണ്. പിന്നെ ഈ കാണുന്ന മൊത്തം എന്താണ്? സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട ടൂള്. സർക്കിൾ, സാധാ സർക്കിള്, പിന്നെ 3 പോയിന്റ് സർക്കിൾ 1 2 3 പോയിന്റിൽ ക്ലിക്ക് ആവും. അടുത്തത് എന്താണ്? ഈ സർക്കിൾ യൂസിങ് കോർഡിനേറ്റ്. അത് ഞാൻ കാണിച്ചു തരാം. കോർഡിനേറ്റ് വാല്യൂ കൊടുക്കണം. ഡിലീറ്റ് ചെയ്യട്ടെ. ഇതൊന്ന് ക്ലോസ് ചെയ്ത് വൃത്തിയുള്ള ഷീറ്റിൽ കാണിച്ചു തരാം. മാർക്ക് നോക്കുക. ഇവിടെ കോർഡിനേറ്റ് എടുത്ത് സർക്കിൾ യൂസിങ് കോർഡിനേറ്റ്. കോർഡിനേറ്റ് ഒന്നുമില്ല, എക്സും വൈ ഡിസ്റ്റൻസ് ആണ്.
ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഞാൻ 25 കൊടുത്തു, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് 150 കൊടുത്തു, ഡയമീറ്റർ റേഡിയസ് കൊടുത്തിരിക്കുന്നത് 25. ഓക്കെ അടിച്ചാൽ ഫിനിഷായി. ഓക്കെ, ഇവിടെ നിങ്ങോട്ട് 150 mm, ഇവിടെ നിങ്ങോട്ട് 25 mm, ദെൻ റേഡിയസ് R25. ഇവിടെ നോക്കി കാണാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ സർക്കിൾ യൂസിങ് കോർഡിനേറ്റ്. നമ്മൾ സാധാരണ സർക്കിൾ വരച്ച് മാനുവലി പോയിന്റ് പിക്ക് ചെയ്യുന്ന പകരം ഡയറക്റ്റ് വാല്യൂ കൊടുത്ത് അങ്ങ് ചെയ്യുക. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഒരുമിച്ച് അടിക്കുക, അതിന് കൂടെ തന്നെ റേഡിയസും കൊടുത്ത് സർക്കിളിനെ ഫിനിഷ് ചെയ്യുന്ന മെത്തേഡാണ് സർക്കിൾ യൂസിങ് കോർഡിനേറ്റ്സ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ അടുത്ത ഓപ്ഷൻ തന്നെ എന്താണ്? ട്രൈ ടാൻജന്റ് സർക്കിൾ. അതായത് ഇപ്പോൾ ഒരു 3 സർക്കിൾ ഉണ്ടെന്ന് എനിക്ക്, അപ്പോൾ ഇതിന് 3നും കൂടി ടാൻജന്റ് ഇതുകൊണ്ട് ഒരു സർക്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ട്രൈ ടാൻജന്റ് എടുക്കുക. 1 ഇവിടെ കൊടുത്തു, 2, 3. ഇതുണ്ട്, ഇത് 3 കൂടി ടാൻജന്റ് ഇതുകൊണ്ട് സർക്കിളായി. ഇതിപ്പോൾ സാധാരണ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസാന്നിരിക്കും, ട്രയാങ്കിൾ പോലെയൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ട്രൈ ടാൻജന്റ് എടുത്തിട്ട് 3 അടിച്ച് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതാണ് അതിൻ്റെ മാക്സിമം പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഡയമീറ്റർ. ക്ലിയർ അല്ലേ? ട്രൈ ടാൻജന്റ് നമ്മൾ അന്തർവൃത്തം പരിവൃത്തം എന്ന് പറഞ്ഞ വരയ്ക്കല്ലേ പണ്ട് സ്കൂൾ ടൈമിലൊക്കെ, ആ കൺസെപ്റ്റാണത്. ഓട്ടോക്കാഡിലാണെങ്കിൽ ഇതിന് ടാൻ 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 മെത്തേഡ് എന്ന് പറയും. 3T മെത്തേഡ്, 3 ടാൻജന്റുകൾ. ഇനി ഇത് സാധാരണ ആർക്ക് തന്നെയാണ്, ഈ കാണുന്ന 3 പോയിന്റ് ആർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 1, 2, 3 പോയിന്റിൽ ഒരു ആർക്ക് വരയ്ക്കുക, അത്രയേ ഉള്ളൂ, 3 ക്ലിക്ക്. ഓക്കെ, ഇതേപോലെ തന്നെ 3 പോയിന്റ് ആർക്ക് സ്റ്റാർട്ടിങ് വിത്ത് ലിമിറ്റ്. നോക്കിക്കേ, ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം. കണ്ടോ, ഇനി അടുത്ത് സാധാ സെൻറ്റർ ആർക്കാണ്, ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സെൻറ്റർ വരയ്ക്കാം. ഇതൊക്കെ എന്താണ്, ആർക്കുമായിട്ട് ബന്ധപ്പെട്ട, ആർക്കും സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട ടൂളുകളാണിത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ടൂളുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയെടുത്താൽ മതി. അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ബന്ധപ്പെട്ട ഷേപ്പുകളും കാര്യങ്ങളൊക്കെ. ഇപ്പം ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുള്ളത്, ബേസിക് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ. അതായത് പ്രൊഫൈലിൽ വരുന്ന ടൂൾസുകളും ഓപ്പറേഷനിൽ വരുന്ന ടൂള്. ഇതിൽ ലാസ്റ്റ് ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങളിപ്പം ചെയ്യരുത്. ഇത് 3D ബോഡിന്ന് 2D സ്കെച്ച് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് പ്രൊജക്ട് 3D എലമെന്റ്. അതുകൊണ്ട് ഇതിപ്പോൾ യൂസ് ചെയ്യേണ്ട, ബാക്കിയെല്ലാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. കൺസ്ട്രെയിനും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ആദ്യം ഇന്ന് നിങ്ങൾ ജസ്റ്റ് ടൂളുകൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. നാളെ ഞാൻ ഇത് വെച്ചിട്ടുള്ള പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഞാനൊരു ഡ്രോയിങ്, റെഫറൻസ് ഡ്രോയിങ് തരും. ആ റെഫറൻസ് ഡ്രോയിങ് ഞാൻ എന്ത് ചെയ്യും, ഫുള്ളി കൺസ്ട്രെയിൻ ചെയ്ത് കാണിച്ചു തരും, ഐസോ കൺസ്ട്രെയിൻ ആക്കി കാണിച്ചു തരും. ആ മെത്തേഡ് നോക്കിയിട്ട് നിങ്ങൾ ഇൻഡിവിജ്വലി കുറച്ച് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളെ കൺസ്ട്രെയിൻ ഓക്കെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതൊന്നും ഞാൻ പറയാം, ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കരുത്തിട്ടാ. അത് ഓരോ ഓപ്പറേഷൻ ഇങ്ങനെ വെറുതെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ എടുത്തിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് എന്താ വരിക അങ്ങനെ നോക്കി പഠിച്ചാൽ മതി. അങ്ങനെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നെയിമുകളൊക്കെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഓരോ നെയിമും ഉണ്ട് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത്, ആ നെയിം നോക്കിയിട്ട് ഏതാ ടൂളെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിങ്ങളിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടാത്ത ഏതെങ്കിലും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ എങ്ങനെ നോക്കിയാലും കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലിയർ അല്ലേ? മേജറായിട്ട് നിങ്ങൾ നോക്കേണ്ട പ്രൊഫൈൽ ആവശ്യമുണ്ട്, റെക്റ്റാങ്കിൾ, സർക്കിളിൻ്റെ കുറച്ച് ഏരിയാസ്, സ്പ്ലൈനൊന്നും ഇപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ഷേപ്പുകൾ മെയിനായിട്ട് എലിപ്സ് ആവശ്യം വരുള്ളൂ. പിന്നെ ഇതിൽ ബൈസെക്റ്റിംഗ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ബൈടാൻസിന് ചിലപ്പോൾ ഉണ്ടോ, സാധാ ലൈനും ചിലപ്പോൾ ഉണ്ടാവും. പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലൈൻ അധികം നമ്മൾ യൂസും ചെയ്യില്ല. ആക്സസ് ചിലപ്പോൾ ആവശ്യം വരും. പോയിന്റ് ഒന്നും ഇപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. ഫില്ലറ്റും ജാംഫറും ആവശ്യം ഉണ്ടാവും. ട്രിമ്മായിട്ട് ബന്ധപ്പെട്ട ടൂളുകളൊക്കെ ആവശ്യമുണ്ടാവും. മിററായിട്ട് ബന്ധപ്പെട്ട ടൂളുകൾ ആവശ്യമുണ്ടാവും. പിന്നെ കൺസ്ട്രെയിനും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്കെച്ചിൻ്റെ ടൂൾസ് ഓക്കെ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അഭിന് ഓക്കെ ആണോ? ഓക്കെ, സോഫ്റ്റ്വെയർ ഒക്കെ എല്ലാവരും സെറ്റ് അല്ലേ? ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ആയിക്കോട്ടെ, ഇതൊന്ന് പറയണം എന്നാല്. ആയിക്കോട്ടെ, എന്നാൽ ബാക്കി നമുക്ക് നാളെ നോക്കാം. ശരി.